ശങ്കരാടി മലയാള സിനിമയിലെ കാരണവരും കാര്യസ്ഥനുമായിരുന്നുവെന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ ശങ്കരാടിയുടെ ജന്മനാടായ ചെറായിലെ സഹോദര ഭവനിൽ സംഘടിപ്പിച്ച ശങ്കരാടിയുടെ ജന്മശതാബ്ദി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KN ഉണ്ണികൃഷ്ണൻ ML അധ്യക്ഷത വഹിച്ചു. വിപുലമായ കലാജീവിതം നയിച്ച അപൂർവ വ്യക്തിയാണ് ശങ്കരാടിയെന്ന് പൂയപ്പള്ളി തങ്കപ്പൻ പറഞ്ഞു. CP പള്ളിപ്പുറം, ഡോക്ടർ KK ജോഷി മാസ്റ്റർ, അഡ്വക്കേറ്റ് VB സാബു, വിനോയ് കുമാർ, KJ ഷൈൻ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടി ബറോഡയിൽ പോയപ്പോൾ അദ്ദേഹം നേവിയിൽ ചേരാനോ മറ്റോ പഠനത്തിന് വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പഠനത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ആകർഷിച്ചത് അവിടുത്തെ പേരിയുടെ പ്രസ്ഥാനങ്ങളായിരുന്നു. ഞാൻ പേരിയുടെ പ്രസ്ഥാനങ്ങളിൽ ആകർഷകനായി കൂടുതൽ സമയം പഠനത്തിൽ ചെലവഴിക്കാതെ പാർട്ടിയോട് അടുക്കുകയും പാർട്ടിയുടെ ഒരു നല്ല പ്രവർത്തനമായി മാറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബോംബെയിലോ മറ്റോ പോവുകയും അതിനുശേഷം കേരളത്തിലേക്ക് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് എത്തുകയും ഇവിടുത്തെ പാർട്ടി പ്രവർത്തനങ്ങളിൽ TK രാമകൃഷ്ണൻ പോലുള്ള ആളുകളുടെ ഒക്കെ കൂടെ നാഥൻ എന്നത് അധികാരിയായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ. അദ്ദേഹത്തിനെല്ലാം കൂടെ ദീർഘകാലം പ്രവർത്തിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കലാ സാഹിത്യ രംഗത്തേക്ക് കൂടുതൽ കടക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്കറിയാം. അവസാനമായ കാലഘട്ടത്തിലായപ്പോഴേക്കും പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങുള്ള സ്ഥലങ്ങളിൽ പ്രേംനസീർ പോയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെറായി അമ്പലത്തിൽ വലിയൊരു സമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ശങ്കരാടി അത് സംബന്ധിച്ച് പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ ആവഹാവാദികൾ ഇന്നലെ കണ്ട പോലെ ഞാൻ ഓർക്കുകയാണ്. വളരെ പ്രഗത്ഭമായ രീതിയിൽ അദ്ദേഹം ഏതെല്ലാം മേഖലയിൽ കടന്നു നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള അനുഗ്രഹീതമായ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ട് നമ്മൾ ചെറായിലാണ് കൊണ്ടുവന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളായിരുന്നു അവിടെ കൂടിച്ചേർന്നത്. അതും നമുക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. വേറെ കഴിഞ്ഞ തോന്നുന്നു. അങ്ങനെ ഏത് പ്രത്യേകിച്ച് നാടകങ്ങളുടെ PK ആന്റണിയുടെ നാടകത്തോട് അഭിനയിച്ചിട്ടുണ്ട്, KPSC നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സിനിമയിലേക്ക് കടന്നത്. സിനിമയിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. അതെന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കും. ആളുകളിങ്ങനെ ഞാൻ തർക്കിക്കുകയും എൻ്റെ അടുത്ത് അതിൻ്റെ രേഖയുണ്ടെന്നൊക്കെ പറയുമ്പോഴും മലയാളികളുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ചങ്കാടിയുടെ കയ്യിൽ രേഖയാണ്. ഒരു സിനിമയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുമ്പോഴും ഇതാണ് രേഖയിൽ നമ്മൾ നേരത്തെ പൊക്കിക്കാണിക്കുന്ന മാനസിക സമ്മർദ്ദമുള്ള ഒരാളുടെ രംഗമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൗഹൃദ സംഭാഷണങ്ങളിലെല്ലാം പലപ്പോഴും ശങ്കരാടി ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം സെബാസ്റ്റ്യൻ പോൾ സാർ പറയുകയാണ്. ഏറ്റവും അനർഗളമായ പദസമ്പത്തിൻ്റെ ഒരു ഒഴുക്കുകൊണ്ട് സമ്പന്നമായ ഒരു വ്യക്തിത്വമാണ് ജോൺ പോൾ സാർ. അപ്പോൾ ഈ ശങ്കരാടി ചേട്ടനെ കുറിച്ച് ജോൺ പോൾ സാറും ഒരു ഘട്ടത്തിൽ അനുസ്മരിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ എൻ്റെ നഗരജീവിതവുമായി ബന്ധപ്പെട്ട് അടുത്തെൻ്റെ മനസ്സിന് സ്വാധീനിച്ചിട്ടുള്ള രണ്ട് ആളുകൾ, ഒന്ന് ഈ ജോൺ പോൾ സാറും അതുപോലെ സെബാസ്റ്റ്യൻ പോൾ സാറാണ്. സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ ലേഖനങ്ങളാണെങ്കിലും നമ്മുടെ പീരിയോഡിക്കൽസിൽ വരുന്ന ആർട്ടിക്കിളുകളാണെങ്കിലും പ്രസംഗങ്ങളാണെങ്കിലും അതെല്ലാം ആദ്യം തന്നെ ആർത്തിയോടുകൂടി വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സിനിമാ രംഗത്തേക്കാൾ കൂടുതൽ ശങ്കരാടി ചേട്ടനെ കുറിച്ചെല്ലാം ധാരാളം കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനും അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമാറാനും കഴിയുന്ന ഒരു എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ സാറായിരിക്കും ഉചിതമെന്ന് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നത്. ശങ്കരാടി ചേട്ടൻ്റെ സിനിമകളെല്ലാം ചെയ്തിട്ടുള്ള സത്യൻ അന്തിക്കാട് ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിക്കാമെന്ന് ചിലർ പറഞ്ഞെങ്കിലും അതിന് ശ്രമിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊന്നും നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയാതെ വന്നതാണ്. എന്തായാലും നമ്മളിത് ഈ ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ വൈപ്പിൻകരയെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമുക്കൊരു സമ്പന്നമായ ഒരു സാംസ്കാരിക അടിത്തറയുള്ള നാടാണ്. അതെല്ലാം ഇവരുടെ പ്രസംഗങ്ങളിലെല്ലാം
കടന്നു വരും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകുക പരസ്പരം മറ്റുള്ളവരുടെ കഴിവുകളെ ഉൾക്കൊള്ളാനും എല്ലാം കഴിയുന്ന ഒരാളാണ്. ഞാൻ 1-2 തവണ മാത്രമാണ് നേരിട്ട് എനിക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ എല്ലാ അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാൻ താമസിക്കുന്നതിൽ നിന്നും ഏതാനും വാരാകലെ ചെലവന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെയുള്ള പ്രധാനപ്പെട്ട നായർ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. ഇടയ്ക്ക് അദ്ദേഹം അവിടെ വരുന്ന സന്ദർഭങ്ങളിൽ വിശ്രമവേളകളിൽ പൊതുപ്രവർത്തനവുമായി യുവജന സംഘടനാ പ്രവർത്തനവുമായി പ്രവർത്തനം കാശ് വാങ്ങാൻ സംഭാവന വാങ്ങാനുള്ള താല്പര്യത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ എല്ലാം നർമ്മം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സരസമായ ശൈലി കൊണ്ടെല്ലാം ഞങ്ങളോട് സംസാരിക്കുകയും അങ്ങനെ ആണ് എനിക്ക് പരിചയപ്പെടാൻ, എൻ്റെ തലമുറയിൽപ്പെട്ട പലർക്കും എൻ്റെ നാട്ടിൽ പരിചയപ്പെടാനെല്ലാം ഇടയായി. പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക വകുപ്പ് ശങ്കരാടി ഉന്നശിതാവിന് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിന് സംഘടനാപരമായ നേതൃത്വം നൽകാൻ എൻ്റെ പ്രിയ സുഹൃത്ത് നിങ്ങളുടെ മുന്നിലെ ശ്രീ KN ഉണ്ണികൃഷ്ണൻ തന്നിട്ടുണ്ട്. ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുക. നമ്മളെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നതുമായ ഈ ഡയലോഗ്, അത് എൻ്റെ കയ്യിലെ രേഖ എന്ന് പറയുക, കൈരേഖ കാണിച്ചുകൊണ്ട് ഇതാണ് രേഖ എന്ന് പറയുന്നത്. പശുവിനെ വളർത്തിയാൽ ഉണ്ടാകുന്ന ലാഭത്തെക്കുറിച്ച് മോഹൻലാലിനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും അങ്ങനെ നിരവധിയായ സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് ആ ഡയലോഗ് എഴുതിയ ആളിൻ്റെ മാത്രം സാമർഥ്യമാണ്. ശങ്കരാടി അല്ലാതെ മറ്റാരെങ്കിലുമാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ ആരും ചിരിക്കുമായിരുന്നുവോ എന്ന് പോലും സംശയമാണ്. അവിടെയാണ് ശങ്കരാടി ഒരു നടനായി മാറുന്നത്. ഇത്രയും വിപുലമായ സാധ്യതകളുള്ള ഒരു നടനെ മലയാളം അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ പരിമിതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അനുസ്മരിച്ചതുപോലെ നിർമ്മാല്യത്തിലെ ആ അതുല്യമായ അവിസ്മരണീയമായ റോൾ വിളിച്ചപ്പോൾ MT വാസുദേവനാരായണൻ സംവിധാനം ചെയ്യുന്നു. ആ റോൾ ഓഫർ ചെയ്തപ്പോൾ ഇത് തനിക്ക് പറ്റിയതല്ല എന്ന് തിരിച്ചറിഞ്ഞ് നിരാകരിക്കുന്നതിനും പകരം അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനിയായ PJ ആന്റണി അത് ചെയ്യട്ടെ എന്ന് പറയുന്നതിനുള്ള ഹൃദയവിശാലതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഉത്തമമായ കമ്മ്യൂണിസ്റ്റായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് കൂടെ പറയേണ്ടതായ മറ്റൊന്ന് അദ്ദേഹം ഒരു ഉത്തമനായ മനുഷ്യൻ കൂടിയായിരുന്നു എന്നാണ്. എനിക്ക് അദ്ദേഹവുമായി ഈ മുസ്ലിം പറഞ്ഞതുപോലെ കുറേ കാലത്ത് പരിചയമാണ്. എനിക്കുകൊണ്ടൊരു ഭൂതകാലത്ത് സിപ്പിക്കും അറിയാവുന്ന അന്ന് സിനിമാ രംഗവുമായി നന്നായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ഞാനൊരു സിനിമാ പത്രപ്രവർത്തകൻ, സിനിമാ മാസികകളൊക്കെ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ കുറെ കാലം മുമ്പ് MPക്കാരന് ശേഷം ഈ ഫിലിം ജേർണലിസത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തി എനിക്കൊരു അവാർഡും നൽകിയിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ശങ്കരാടിയുമായി പരിചയപ്പെടുന്നതിന് അവസരം കിട്ടിയിട്ടുണ്ട്. ശങ്കരാടിയുമായി പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ PJ ആന്റണിയുമായി സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പ്രിയപ്പെട്ട ശിഷ്യർ എന്ന് വാക്ക് ഉപയോഗിക്കാമോ എന്നറിയില്ല, എന്നാലൊക്കെ ഉപയോഗിക്കുന്നു. തിലകനും ശങ്കരാടിയും താമരയും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പലപ്പോഴായി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചും പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിശുക്ക് ധാരാളം കഥകൾക്ക് കാരണമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സംഭാവന ധരിക്കാൻ അടുപ്പോൾ ചെന്നപ്പോൾ തമാശ പറഞ്ഞു എന്നല്ലാതെ സംഭാവന കൊടുത്തു, സംഭാവന കിട്ടി എന്ന് പറഞ്ഞില്ല. കിട്ടിയിരിക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊന്നുമല്ലല്ലോ നമ്മളൊരു കലാകാരനെ, ഒരു മനുഷ്യനെ
വിലയിരുത്തുമ്പോൾ മാനദണ്ഡമാക്കുന്നത്. പല ഏത് അളവുകൾ വെച്ച് നോക്കിയാലും അദ്ദേഹം ശ്രദ്ധേയനായ ഒരു കലാകാരനായിരുന്നു. അനുസ്മരിക്കുന്നതിന് വേണ്ടി തൻ്റെ തിരക്കുപിടിച്ച ജോലിത്തിരക്കുകൾക്കിടയിലും സാംസ്കാരിക രംഗത്തോട് ആത്മഹത്യമുള്ളതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച MLA അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ശങ്കരാടിയുമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ബന്ധവും അടുപ്പവും ഉണ്ടായി. എന്നേക്കാൾ കൂടുതൽ എൻ്റെ ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹമായിട്ട് കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നു. നാടകരംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ പുതിയ നാടകം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ അവിടുത്തെ ഒരു പാസും ഒരു കത്തും കൃത്യമായിട്ട് അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നത്. അതുപോലെ സിനിമാ രംഗങ്ങളിൽ ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് കൂടെ പ്രവർത്തിക്കുന്നവരും നവാഗതരായിട്ടുള്ള ആളുകൾ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും അദ്ദേഹം ഒരുപാട് പരിശ്രമം നടത്തി. ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, നമ്പാത്ത് രാമചന്ദ്രൻ, രാമു എന്നിങ്ങൾ പറയും, എൻ്റെ ശിഷ്യനാണ്. അയാൾ താറാവ് എന്ന സിനിമ എടുക്കാൻ പോയപ്പോൾ ആരെയാണ് സംവിധാന ചുമതല ഏൽപ്പിക്കേണ്ടതെന്ന് ഉപദേശം കിട്ടുന്നതിന് വേണ്ടി സമീപിച്ചത് ശങ്കരാടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, JC മതി, ഒരാർഭാടവും ഉണ്ടാവില്ല, അനാവശ്യമായൊരു ചെലവും നിന്നെക്കൊണ്ട് ചെയ്യുകയില്ല. ആർട്ടിസ്റ്റ് തോമസ് ആയിരുന്നു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങളൊക്കെ സെഷനുണ്ട്. അങ്ങനെ അതൊരു ചെറിയ ഉദാഹരണം മാത്രം. മാത്രമല്ല, വിപ്ലവകാരിയിൽ നിന്ന് അനുഗ്രഹീതനായ ഒരു നടനിലേക്കുള്ള വളർച്ച, അതാണ് ശങ്കരാടിയുടെ ജീവിതം. എന്തുകൊണ്ട് ഇത്രമാത്രം കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന വിധം എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നൊരു പേരിൽ ഉടമയായി തീർന്നു അദ്ദേഹം എന്നുള്ളത് പരിശോധിച്ചാൽ അത് നമ്മുടെ ഈ ദ്വീപിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയുടെ പശ്ചാത്തലം വരെ ചെന്നെത്തുന്ന കാര്യമാണ്. 1-2 വർഷം മുമ്പ് ഈ ചിന്തയോടുകൂടി ഈ പ്രദേശത്തുള്ള കലാകാരന്മാരെല്ലാം ചേർന്ന് ചെറായി ബീച്ചിൽ ഒരു യോഗം ചേർന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അതിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പോൾ അവർ വളരെ വേദനയോടുകൂടിയാണ് ഈ കാര്യം പങ്കുവച്ചത്. അദ്ദേഹം മരിച്ചിട്ട് വളരെ വർഷങ്ങളായി. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ജന്മനാട്ടിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് അന്നത്തെ ആ ചെറുപ്പക്കാരുടെ, ആ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഉയർന്നു വന്നത്. ഇതൊരു സത്യമാണ്. നമ്മൾ ഇങ്ങനെയുള്ള പലരെയും വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ ആരോ ആകസ്മികമായി സൂചിപ്പിച്ചു, ഓർമ്മിക്കേണ്ടവരെ, ആദരിക്കേണ്ടവരെ ആദരിക്കാനുള്ള മനസ്സ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ തൊട്ടടുത്ത് ഒരു വലിയ മഹാരഥനായിട്ടുള്ള സാഹിത്യകാരൻ പിറന്ന വീട് ചോർന്നൊലിച്ച് അതിൻ്റെ പല ഭാഗങ്ങൾ ഇടിഞ്ഞ് വീണിട്ടും ആരും കണ്ണുതിരിക്കാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നവോത്ഥാന സാഹിത്യ രംഗത്ത് ഉദിച്ച് നക്ഷത്രങ്ങളെ പോലെ വന്ന ആളുകളാണ് ദേവ് ബഷീർ തകഴി. തകഴിക്ക് സ്മാരകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹവുമായി ബന്ധപ്പെട്ട് സ്മാരകമുണ്ട്. ബഷീറിന്റെ സ്മാരകമുണ്ട്. ദേവിന്, നമ്മുടെ അയൽക്കാരൻ നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേശവദേവിന് ഒന്നും ഉണ്ടായിരുന്നു. ഉജ്ജ്വലനായ സാഹിത്യം. ഇന്ന് പപ്പുവിനെയൊക്കെ മലയാളം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കും. പക്ഷേ ആ ജന്മഗ്രഹത്തിന്റെ അവസ്ഥയൊക്കെ, അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പല മോശമായ പ്രവണതകളും അല്ലെങ്കിൽ നന്ദികേടും മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാലത്താണ്. വളരെ വൈകിയാണെങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ MLA ഒരു സൽബുദ്ധി തോന്നുന്നത് തന്നെയാണ്. ഇങ്ങനൊരു അല്പം, ഞാൻ പറഞ്ഞതുപോലെ അല്പം വൈകിയെങ്കിലും അദ്ദേഹം അത് സംഘടിപ്പിക്കാൻ സന്നദ്ധനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലെല്ലാം
ഇതിനേക്കാൾ ഊർജ്ജസ്വലമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം വൈകിയായതുകൊണ്ട്. സത്യൻ അന്തിക്കാടിനെയൊക്കെ അദ്ദേഹം കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. വൈകിയ വേളയിലായതുകൊണ്ട് നടന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ മറക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിൻകരക്കാർക്ക്, ചെറായിക്കാർക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു വ്യക്തി. കേരളീയർക്ക് മറക്കാൻ പാടില്ലാത്ത വ്യക്തികളാണെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ സ്വകാര്യ സ്വത്തായിട്ടുള്ള ആളാണ് ശങ്കരായ. ബാലവേദിയുടെ ചുമതല, കേരളത്തിലെ ബാലവേദിയുടെ ചുമതല കിടാമംഗല സദാനന്ദനും അതുപോലെ തന്നെ ശങ്കരാടിക്കുമായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. അപ്പോൾ ഭാവിയിലെ നക്ഷത്രങ്ങളെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് പ്രകാശം ഉണ്ടാക്കി കൊടുക്കുക എന്ന ചുമതല ഉള്ളതുകൊണ്ട് അവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുഴുകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു പരിപാടിക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ വീട്ടിലും വന്നു ശങ്കരായ. എനിക്ക് വലിയൊരു ഓർമ്മയാണ്, മറക്കാനാവാത്ത വലിയൊരു ഓർമ്മയാണ്. കിടാമംഗല സദാനന്ദൻ്റെ കാറിൽ ശങ്കരാടി ചേട്ടനെയും കൂട്ടി എൻ്റെ വീട്ടിൽ വന്നു. ഞാനാണ് ആ ബാലവേദിയുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യേണ്ട ആൾ. അപ്പോൾ തൃപ്പൂണിത്തുറ സീമ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ വന്നത്. എനിക്ക് വലിയ, എന്നും ഓർമ്മിക്കേണ്ട വലിയ ധന്യമായ ഒരു അവസരമായിരുന്നു. അവിടെ ചെന്നിട്ടും അതേ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനെ പറ്റിയെല്ലാം ശങ്കരാടി ചേട്ടൻ അസലായിട്ട് സംസാരിച്ചു. നല്ല അന്നാനന്ദന്റെ ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമൊക്കെ ഒഴിഞ്ഞൊഴുകുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പ്രഭാഷണ കലയിൽ പ്രശോഭിതനായ, പ്രഭാഷകർക്കിടയിൽ ഭീഷ്മാചാര്യ പരിവേഷമുള്ള നമ്മുടെ മുൻ MP കൂടിയ ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നല്ല പ്രാസംഗികനും കൂടിയായ നല്ല സാമൂഹ്യ പ്രവർത്തകൻ, നമ്മുടെ കാവൽപിതാവുമായ നമ്മുടെ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ സർ, മാത്രമല്ല സാക്ഷരരിൽ സാക്ഷരം കൊട്ടിഘോഷിക്കുന്ന അക്ഷരജ്ഞാനികളുടെ അക്ഷയപത്രമായ സാക്ഷര കേരളത്തിലെ സാക്ഷാൽ അക്ഷര ബിഷപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിറ്റി മാസ്റ്ററും പൂയപ്പുള്ളി തങ്കപ്പൻ മാസ്റ്ററും എല്ലാം പ്രസംഗിച്ചൊഴിഞ്ഞ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഒരു മഹാനടന്റെ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം, ഒരു ചെറിയ പ്രഭാഷണം നടത്തിക്കൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധയെ ആകർഷിക്കുക എന്ന് പറയുന്നത്, ഇരവിൽ തിളങ്ങുന്ന താരകങ്ങളെ ഞാൻ തരുവിന്മേൽ കയറി പുണരാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നതിന് സമാനമാണ് എനിക്കറിയാം. എങ്കിലും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയങ്കരമായ നാട്ടുകാരൻ ശങ്കരാടി ചന്ദ്രശേഖര മേനോൻ കേവലം 3.5 പതിറ്റാണ്ട് കൊണ്ട് 700ഓളം സിനിമകളിൽ സാന്നിധ്യം അറിയിച്ച് കേരളത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക കലാമണ്ഡലങ്ങളിൽ വൈപ്പിൻ കലയുടെ തലപ്പൊക്കം താങ്ങി നിർത്തിയ മഹാനായ ഒരു അഭിനേതാവ്. പണ്ട് കാലഘട്ടങ്ങളിൽ സംവിധായകർക്കിടയിലെല്ലാം ഒരു ചെറിയ സങ്കല്പമുണ്ട്, ചെറുതല്ലാത്ത ഒരു സങ്കല്പമുണ്ട്. ശങ്കരാടി കൂടി ആടിയാലെ പട മോടു, നായക നടനെത്ര കേമരെങ്കിലും, കഥയതു ബഹു കെങ്കേമെങ്കിലും, വലിയ പങ്കതിൽ നടൻ ശങ്കരാടി ചന്ദ്ര ശേഖരന് കൂടി നൽകിയിടണം. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ നല്ല മഹാനായ നായക നടന്മാരുണ്ടെങ്കിലും, നല്ല സുന്ദരികളായ നടിമാരുണ്ടെങ്കിലും, അഭിനയശേഷിയുള്ള നടിമാരുണ്ടെങ്കിലും, അതുപോലെ തന്നെ നല്ല കഥ ഉണ്ടെങ്കിലും, ശ്രേഷ്ഠരായ സംവിധായകരും നല്ല നിർമ്മാതാക്കൾ പോലും അവരുടെ നിര തന്നെ ഉണ്ടെങ്കിലും, ശങ്കരാടി എന്ന ഒരു നടന്റെ ഒരു വേഷം, ഒരു വലിയ ഒരു സമ്പന്നത തന്നെ, ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു പഴയ കാല സിനിമകളിൽ. നമുക്കറിയാം, കേവലം ഒരു ആകാരം കൊണ്ട് ഒരു നായക നടന്റെ സങ്കല്പത്തിന് ഉതകുന്നതല്ല അദ്ദേഹമെങ്കിലും, സത്യത്തിൽ അഭിനയ ചതുഷ്ടയങ്ങളായ ആംഗികം, വാചികം, സാത്വികം, അതുപോലെ തന്നെ ആഹാരം എന്നീ ഭാവങ്ങളെ മനസ്സിന്റെ മാർത്താണ്ഡ മണ്ഡലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വെള്ളിത്തിരയിൽ
നിറഞ്ഞാടി അരങ്ങൊഴിഞ്ഞു, ആ ആട്ടുവിളക്ക് അണഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം നടത്തുവാനായിട്ട് മിടുക്ക് കാണിച്ച മുൻകൈയെടുത്ത സാംസ്കാരിക വകുപ്പിനെയും അതിനുവേണ്ടി മുൻകൈയെടുത്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ഉണ്ണികൃഷ്ണൻ അവരുടെ ഈ അവസരത്തിൽ വളരെയധികം ബഹുമാനത്തോടും നന്ദിയോടും എവിടെ മുതൽ ഈ ഓർമ്മക്കുശൽ സംഭവിച്ചു എന്നത് കൃത്യമായി പരിശോധിക്കുന്നു. ഒരുപക്ഷെ മഹാരഥനായിരുന്ന KC എബ്രഹാം മാഷ് രാമോർമ്മയിലെ പ്രധാന അധ്യാപകനായിരുന്ന കാലത്താണ് ശങ്കരാടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന കാരണം കൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഈ ഓർമ്മയുടെ തുടക്കം ഒരുപാട് പുറകിലാണ്. അന്നത്തെ സ്കൂൾ വിടുതൽ സർട്ടിഫിക്കറ്റിൽ വളരെ മനോഹരമായി ചുവന്ന അക്ഷരത്തിൽ ഈ ജില്ലയിലെ മറ്റൊരു സ്കൂളിലും പ്രവേശനം കൊടുക്കരുത് എന്നെഴുതി കൂടി വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരൊറ്റ കാരണം കൊണ്ട് ശങ്കരാടി രാമവർമ്മ സ്കൂളിൽ പുറത്താക്കപ്പെടുന്നു. സ്കൂൾ കാലഘട്ടമാണ്. ജില്ലക്ക് പുറത്ത് കണ്ടശങ്കടവിൽ, അന്തിക്കാടിനടുത്തുള്ള കണ്ടശങ്കടവിലേക്കാണ് പിന്നീട് ആ വിദ്യാഭ്യാസം മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വന്നു. അതുകൊണ്ടാവാം അന്തിക്കാടിനടക്കമുള്ള ആളുകൾക്ക് ഒരുപാട് ചിന്തകൾ, ഓർമ്മകൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാകുന്നു. കുഞ്ഞുണ്ണി മാഷ് നായകനായ ഒരു സിനിമ ഉണ്ടാവുകയാണെങ്കിൽ ആരാകും നായകൻ എന്ന കാര്യത്തിൽ അന്തിക്കാടിന് സംശയമുണ്ടായിരുന്നു. ഞാനടങ്ങുന്ന കുറച്ചു പേർ ഈ വൈപ്പിങ്കരയിലെ സാംസ്കാരിക സംഘാടനം നടത്തുന്നതിനൊക്കെ എത്രയോ മുമ്പ് പൊതുപ്രസ്ഥാനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സാംസ്കാരിക ചുമതലകൾ അന്നത്തെ കാലത്ത് അധ്യക്ഷ പ്രസംഗൻ പറഞ്ഞ പോലെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നിനക്ക് പറ്റിയ മേഖല സാംസ്കാരിക സംഘാടനമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ശിരസ വഹിച്ച് സാംസ്കാരിക സംഘാടനത്തിന്റെ ഭാഗമായി മാറിയ ഒരു വ്യക്തി കൂടിയായിരുന്നു നാം ഈ പറയുന്ന ശങ്കരാടി. ഇവിടെ പിശുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞതിൽ ഭൂരിഭാഗം സമയം നമ്മൾ ചെലവിടേണ്ടിയിരുന്ന അദ്ദേഹം ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നാണ്. ഈ പിശുക്കിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന്, ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഉത്തരം, നിങ്ങൾ ചെലവിടുന്നതിൽ ആനന്ദിക്കുന്നെങ്കിൽ ഞാൻ ചെലവിടാതിരിക്കുന്നതിലാണ് ആനന്ദിക്കുന്നത് എന്നാണ്. ചെലവിടുന്നതിൽ ആനന്ദിക്കുന്ന മനുഷ്യർ, അവർ തങ്ങളുടെ വ്യയം, തങ്ങളുടെ ചെലവിടൽ, അത് ചെലവിടാൻ പറ്റാത്ത മനുഷ്യരുടെ മുഖത്ത് നോക്കിയുള്ള ഒരുതരം പുച്ഛിക്കലാണ്, കളിയാക്കലാണെന്ന് തിരിച്ചറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന് മാത്രമേ ചെലവിടാതിരിക്കുന്നതിൻ്റെ ഘനതത്വശാസ്ത്രം മനസ്സിലാകും. ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ശങ്കരാചാര്യനെ അനുസ്മരിക്കുന്ന ഈ സമയത്ത് ഒരു മത്സരത്തിൽ തോറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് നമ്മൾ തോറ്റു? ഏതായാലും അതിൻ്റെ ഉത്തരം ശങ്കരാടി തൻ്റെ കഥാപാത്രത്തിലൂടെ വളരെ സരസമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തോറ്റപ്പോഴും വാട്സാപ്പിലൂടെ ഒക്കെ നമ്മൾ പ്രചരിപ്പിച്ചതും ഈ ശങ്കരാടിയുടെ ഡയലോഗായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ കഴിവിനെ അളക്കുന്നത് ഇപ്പോൾ അളക്കുന്നത് മനുഷ്യർക്ക് ബഹുവിധമായ കഴിവുകളുണ്ടെന്നാണ്. 9 തരം ബുദ്ധി മനുഷ്യർക്കുണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നില്ല എന്നറിയാം. ഒരുപക്ഷെ സിറ്റുമാഷിന് എഴുതാനുള്ള കഴിവുണ്ട്, തങ്കമാഷിന് എഴുതാനുള്ള കഴിവുണ്ട്, അതൊക്കെ പിന്നീട് അവർ തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ സ്കൂൾ കാലഘട്ടത്തിൽ അത്രയ്ക്ക് ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നില്ല അവരൊക്കെ പഠിച്ചിരുന്നത്. ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പ്രധാനമായിട്ടും കണക്ക്, സയൻസ് വിഷയങ്ങൾ ഇതിൽ പഠിക്കുന്ന കുട്ടികളാണ് മിടുക്കന്മാർ. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരുടെ കണക്കിൽ, വണ്ടികളുടെ കാര്യത്തിൽ പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ആ കാലത്ത് പോലും എന്താണ് മനുഷ്യന്റെ കഴിവെന്ന് സ്വന്തമായി പ്രകടിപ്പിച്ചിരുന്ന ഒട്ടേറെ പ്രതിഭാധനന്മാരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രതിഭയാണ് ശ്രീ ശങ്കരാടി. കാരണം ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ ആശയങ്ങൾ വരും. എന്താണ് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ നടി? അത്തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് സാധാരണയായി കൺവെൻഷനായി വരുന്ന ഒരു രൂപവും ഭാവവും ഇല്ലാത്തൊരു മനുഷ്യനാണ്.
പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 200ഓളം ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നു, കഥാപാത്രം അവതരിപ്പിക്കുന്നു, ഒരു മാസം 42 അവതരിപ്പിക്കുന്നു. അതിൽ പ്രശസ്ത ചലച്ചിത്രകാരനായിട്ടുള്ള സംവിധാനമായിട്ടുള്ള ശ്രീ ജോൺ പോൾ ശ്രീ ശങ്കരാടിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ 43ഉം 48ഉം ഒരു മാസം കൈകാര്യം ചെയ്യുമ്പോൾ പോലും ഈ 48 കഥാപാത്രത്തിലും ഏതെങ്കിലും ഒരു തരത്തിൽ വ്യത്യസ്തനായിരിക്കാൻ, അത് ഭാഷയിലാവാം, അവതരണത്തിലാവാം, അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിലാവാം, അല്ലെങ്കിൽ അംഗവിക്ഷേപത്തിലാവാം, എന്തിനൊക്കെ തനിക്ക് ഈ 43 എണ്ണവും ഒരേപോലെയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നാതിരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു മികവും ഒരു കഴിവ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് സിനിമാ ലോകത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച നടനാണ് അദ്ദേഹം. മാത്രമല്ല, ഇനി ഇടതുപക്ഷക്കാരനാണെങ്കിൽ പോലും ഒരു കലാരംഗത്ത് നിൽക്കുന്ന ആളുകൾ, ഇന്നത്തെ ആളുകൾ പോലും പ്രത്യക്ഷത്തിൽ അത് പറയില്ല. ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ പറയാം, അത്രയും കടുപ്പം മനസ്സിലുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ, വളരെ പരിമിതമായ ഒരു അറിവിൽ വെച്ചുകൊണ്ട് അങ്ങനെ തുറന്നു പറഞ്ഞ ഒരു നടനാണ് ശ്രീ ശങ്കരാടി. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഇന്റർവ്യൂവിൽ, കൈരളിയിൽ തന്നെ ഇന്റർവ്യൂവിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ ധാരാളം, പക്ഷെ ഒരു പാർട്ടിയുടെ പേര് മാത്രം അദ്ദേഹം പറയുന്നുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നെ ബാക്കി വേറെ പാർട്ടികളുണ്ടല്ലോ, വേറെ പാർട്ടിയുടെ പേര് പോലും പറയുന്നില്ല.